ഹരി ഓം സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ വീഡിയോ എന്ന് പറയാൻ കാരണം ഇപ്പം നമ്പേഴ്സ് ഉണ്ട്, നമുക്ക് നമ്പേഴ്സ് എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. അപ്പോൾ ഇവിടെ സംസ്കൃതത്തിൽ നമ്പേഴ്സ് സംഖ്യകൾ എങ്ങനെയാണ് എഴുതുക, അപ്പോൾ 1 2 3 എന്ന് എഴുതുന്നത് എങ്ങനെയാണെന്ന് സംസ്കൃതത്തിൽ ഒരു വേറെ രീതിയിലല്ലേ, അപ്പോൾ അത് നമുക്ക് പഠിക്കാം. ഇടയ്ക്ക് ഞാൻ നമ്പേഴ്സ് കുറച്ച് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, എന്നാലും നോക്കിക്കോളൂ. അപ്പോൾ ആദ്യം നമുക്ക് നമ്പേഴ്സിൽ സംഖ്യ അതിൽ 1 എന്ന് പറയുന്നത് ഏകം എന്നാണ് നമ്മൾ പറയുന്നത്, പഠിച്ചു നമ്മൾ. ഏകം 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 എന്ന് പറയുമ്പോഴത്തേക്ക് എഴുതുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് എഴുതുന്നത്, ഏകം. അത് കഴിഞ്ഞിട്ട് ദ്വേ, ദ്വേ എന്ന് പറഞ്ഞാൽ 2 അല്ലേ, 2 ആണ് ദ്വേ. അത് നമ്മൾ 2 പോലെയാണ്, 2 പോലെ തന്നെയാണ് എഴുതുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ട് 3, ത്രീണി, ത്രീണി, 3 വന്നിട്ട് ഇങ്ങനെ ത്രീണി. അടുത്തത് ചത്വാരഹ, ചത്വാരഹ. ചത്വാരഹ എങ്ങനെയാണ് എഴുതുന്നത്? ഇത് 8 പോലെ ചത്വാരഹ. പിന്നെ പഞ്ച, പഞ്ച ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പഞ്ച. പിന്നെ ഷഡ്, ഷഡ് എഴുതുന്നത് എങ്ങനെയാണ്? 3 തിരിച്ചിട്ടതുപോലെയാണ് ഷഡ്. സപ്ത, 7, സപ്ത എഴുതുന്നത് സപ്ത. അഷ്ട, 8, അഷ്ട. നവ, നവ എഴുതുന്നത് ഈ രീതി, ഇത് രീതിയിലാണ് വരുന്നത്. അപ്പോൾ 10 ഒക്കെ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. 10 പറയുമ്പോഴത്തേക്ക് 1 ഇട്ടിട്ട് 0 ഇട്ടാൽ മതി 10-ന്. ഈ രീതിയിലാണ് നമുക്ക് നമ്പേഴ്സ് പറയുന്നത്. അപ്പം നോക്കിക്കോളൂ, ഇപ്പം മനസ്സിലായില്ലേ? ഏകം, ദ്വേ, ത്രീണി, ചത്വാരഹ, പഞ്ച, ഷഡ്, സപ്ത, അഷ്ട, നവ, ദശ വരുമ്പോൾ ഒരു ഇത് ഇട്ടിട്ട് ഒരു 0 പൂജ്യം കൂടെ കൊടുക്കുക. ഇങ്ങനെയാണ് ഇപ്പം പിന്നെ ഇത് നമ്മൾ സംസ്കൃതത്തിൽ തന്നെ ഞാൻ നേരത്തെ പഠിപ്പിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകലിംഗം വരും, എല്ലാ വാക്കുകളിലും ഉണ്ട്. അപ്പോൾ ഇതിനും അങ്ങനെയുണ്ട്, പക്ഷേ എല്ലാത്തിലും ഇല്ല. എവിടം വരെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി ഇതിനകത്ത് 13 എന്നാണ് എഴുതുന്നത്. എങ്ങനെ എഴുതും? എങ്ങനെ 1 നോക്കൂ, 1 ഇങ്ങനെയാണെന്നിട്ട് 13 ആകുമ്പോൾ ഇതാണ് 13. പിന്നെ 41 എങ്ങനെ എഴുതും? ഇപ്പം 4 എന്ന് പറയുന്നത് ഈ രീതിയിലാണ് അല്ലേ, 41. ഇനി 45 എങ്ങനെ എഴുതും? 4 എന്ന് പറയുമ്പോൾ ഇതാണ് 44, 45, 5 ഇതായത് കണ്ട. അപ്പോൾ ഈ രീതിയിൽ നോക്കി നിങ്ങൾ എഴുതുക. സപ്ത 77 ആണെങ്കിലോ 7 അല്ലേ സപ്ത, ഇത് 77. 78 ആണെങ്കിലോ 77, 8 ഇതായത്. ഈ രീതിയിലാണ് നിങ്ങൾക്ക് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് പിന്നെ പറഞ്ഞു വാക്ക് എല്ലാ പദങ്ങളും സംസ്കൃതത്തിൽ നാമങ്ങളും ആയാലും എന്തോ ആയാലും 3 ജെൻഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇത് അതായത് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. അത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. അപ്പം ഞാൻ പറഞ്ഞത് ഏകം, ദ്വേ, ത്രീണി, ചത്വാരിയൊക്കെ നപുംസകലിംഗത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നോക്കുള്ളൂ, പുല്ലിംഗത്തിൽ 1 വരുമ്പോൾ ഏകഹ, ഏകഹ ബാലകഹ, ഏകഹ ഗജഹ. മനസ്സിലായില്ലേ? ഏകഹ അജഹ. അപ്പം പുല്ലിംഗത്തിൽ വരുമ്പോൾ ഏകഹ. അജഹ എന്ന് പറയുമ്പോഴത്തെ പുല്ലിംഗമാണ്. അപ്പം ഏകഹ അജഹ, ഒരു പിന്നെ ആട്. അടുത്ത രണ്ടാമത്തത് സ്ത്രീ, അതിൻ്റെ സ്ത്രീലിംഗം വന്നപ്പോൾ ഏകാ, ഏകാ ബാലിക, ഏകാ ബാലിക. പിന്നെ നപുംസകലിംഗം വന്നപ്പോൾ ഏകം, ഏകം പുഷ്പം. മനസ്സിലായേ? ഏകം ഛത്രം, ഛത്രം എന്ന് പറഞ്ഞാൽ കുട, ഏകം ഛത്രം. ഇനി അതുപോലെ അപ്പോൾ ഏകം. ഇനി 2 എന്നുള്ളത് ദ്വൗ ആണ് പുല്ലിംഗത്തിൽ പറഞ്ഞത്. ദ്വൗ ബാലകൗ, ദ്വൗ ബാലകൗ.
ഇനി സ്ത്രീലിംഗം വന്നപ്പോൾ ദ്വേ വന്നു. ദ്വേ ബാലികേ, ദ്വേ ബാലികേ. ഇനി നപുംസകലിംഗവും ദ്വേ തന്നെയാണ്. നപുംസകലിംഗം എങ്ങനെ വരും? പിന്നെ അത് എന്തുകൊണ്ടിവിടെ ദ്വേ ബാലികേ വന്നു? ബാലിക ബാലികേ, ദ്വിവചനം വന്നു ബാലികയില്ലേ, അതുകൊണ്ടാണ് ദ്വേ ബാലികേ എന്ന് വന്നത്. ഇനി ഇവിടെ ദ്വേ, അതും നപുംസകലിംഗം ദ്വേ ആണ്. ദ്വേ കമലേ, കമലം ആണ് സിംഗുലർ. കമലേ, ദ്വേ കമലേ, ദ്വേ പുസ്തകേ. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ത്രീ വന്നു. ത്രീ വന്നപ്പം ത്രയഹയാണ് അല്ലേ? ത്രയഹ വരുമ്പോൾ ത്രയഹ അജാഹ, അജാഹ ആടുകൾ, 3 ആടുകൾ. ത്രയഹ മോർ ദാൻ 2 ആണല്ലേ, അപ്പം നമുക്ക് എപ്പോഴും ബഹുവചനമായിട്ടല്ലേ വരുന്നത്. അപ്പോൾ ത്രയഹ നരാഹ, ത്രയഹ അജാഹ. ഇനി സ്ത്രീലിംഗം വന്നപ്പോൾ തിസ്രഹയാണ് വന്നത്. തിസ്രഹ ബാലികാഹ, തിസ്രഹ നാര്യാഹ. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് നപുംസകലിംഗം വന്നപ്പോൾ ത്രീണിയാണ്. ത്രീണി കമലാനി, ത്രീണി കമലാനി, 3 കമലങ്ങൾ, താമരകൾ. ത്രീണി നേത്രാണി, ത്രീണി പുഷ്പാണി, അങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് 4 വന്നപ്പോൾ ചത്വാരഹ. ചത്വാരഹ വരുമ്പോഴത്തേക്ക് 4 എന്നുള്ളത് ചത്വാരഹ, അതും ബഹുവചനമായിട്ടില്ലേ വരുന്നത്, എല്ലാം ബഹുവചനമാണ്, പിന്നെ എല്ലാം ബഹുവചനമാണ്. ചത്വാരഹ പുത്രാഹ, ചത്വാരഹ ബാലകാഹ, എല്ലാം പറയാം. അത് കഴിഞ്ഞിട്ട് സ്ത്രീലിംഗം വന്നപ്പോൾ ചതസ്രഹയാണ്. ചതസ്രഹ ബാലികാഹ, എല്ലാം പ്ലൂറലായിട്ടാണ് വരുന്നത്. ചതസ്രഹ കന്യാഹ, ചതസ്രഹ ലതാഹ വരും. അടുത്ത നപുംസകലിംഗം വന്നപ്പോൾ ചത്വാരിയാണ്. ചത്വാരി ആകുമ്പോഴത്തേക്ക് എന്ത് വരും? ചത്വാരി ഇതുപോലെ തന്നെ കമലാനി, ചത്വാരി പുഷ്പാണി, ഇങ്ങനെ വരും. അപ്പോൾ ഈ രീതി. എന്നാൽ 4 കഴിഞ്ഞാൽ 5 വരുമ്പോൾ പഞ്ചയല്ലേ. ഈ പഞ്ച എന്നുള്ളത് എല്ലാം ഒരുപോലെ തന്നെയാണ്. പുല്ലിംഗമായാലും സ്ത്രീലിംഗമായാലും നപുംസകലിംഗമായാലും ഒരുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഈ രീതിയിലാണ്. അപ്പോൾ 1 to 10 വരെ നമ്മൾ എഴുതാൻ പഠിച്ചു അല്ലേ? എങ്ങനെയാണ് എഴുതുക? അപ്പോൾ അത് പഠിച്ചാൽ മതി, ബാക്കിയുള്ള എല്ലാം നമുക്ക് എഴുതാൻ കിട്ടും. അപ്പം ഇപ്പോൾ ദശയാണ് 10 എന്ന് പറയുന്നത്. ദശ, ഏകാദശ, ദ്വാദശ, ത്രയോദശ, അതൊക്കെ ഞാൻ പഠിപ്പിച്ച് നേരത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വേറൊരു വിഷയമായി ഇനി ഒരു ക്ലാസ്സിൽ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.